നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം IPL ആരംഭിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൂപ്പർ താരങ്ങളുടെ പരിക്കുമായി ബന്ധപ്പെട്ട ആരാധകർ ആശങ്കയിലാണല്ലോ. നമ്മൾ ഇന്ന് ജസ്പ്രീത് ബുംറയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി നമ്മൾ ചെയ്ത വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ക്രിക്ബസ് സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങളുടെ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. പ്യുവർലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ക്രിക്ബസിൽ വിജയ് ടാഗോർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരം അനുസരിച്ചാണ്. അതാണ് നമ്മുടെ സോഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതങ്ങ് പറയുകയാണ്, വെറുതെ അടിച്ചു വിടുന്നതല്ല എന്നതിന് വേണ്ടി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് T20 സീരീസ്, ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 സീരീസിനിടയ്ക്ക് സംഭവിച്ചതാണ്. അതിന് അദ്ദേഹം സർജറിക്ക് വിധേയനായിരുന്നു. അധികം വൈകാതെ തന്നെ രാജസ്ഥാൻ റോയൽസ് സ്ക്വാഡിനോടൊപ്പം ചേർന്നേക്കും. മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം, അദ്ദേഹം ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഓൾറെഡി പാസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ നീഡ്സ് ടു ക്ലിയർ ദി NCA സ്ക്രൂട്ടിനി ഫോർ ഹിസ് വിക്കറ്റ് കീപ്പിംഗ്. വിക്കറ്റ് കീപ്പിൻ്റെ കാര്യത്തിൽ ഇനിയും NCAയുടെ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാവേണ്ടതുണ്ട്. ബാറ്റിങ്ങിന് അദ്ദേഹം ഓക്കെയാണ്, ഫിറ്റ്നസ് പാസ്സാണ്. പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഇനിയും സ്ക്രൂട്ടിനി വേണ്ടതുണ്ട്. അപ്പം there may be some additional test for his keeping in next couple of days before the Rajasthan Royals captain receives full or partial clearance എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് ടെസ്റ്റുകൾ കൂടി ഈ വിക്കറ്റ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായ സഞ്ജു സാംസണ് ഒരു ക്ലിയറൻസ് ലഭിക്കുക. അതൊരു പക്ഷേ ഫുൾ ക്ലിയറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യൽ ക്ലിയറൻസ് ആയിരിക്കും. പാർഷ്യൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ബാറ്റ് ചെയ്യുക അല്ലാതെ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ക്ലിയറൻസ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും രാജസ്ഥാൻ റോയൽസിന് ധ്രുവ് ജുറലിനെ പോലെയുള്ള വിക്കറ്റ് കീപ്പർ ഉള്ളത് കൊണ്ട് അതൊരു പ്രശ്നമാവില്ല. സോ സഞ്ജു അധികം വൈകാതെ തന്നെ രാജസ്ഥാൻ റോയൽസ് സ്ക്വാഡിനോടൊപ്പം ചേരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഹൈദരാബാദിനെതിരെ, അതായത് SRHനെതിരെ ഹൈദരാബാദിൽ വെച്ചിട്ട് മാർച്ച് 23-നാണ്. അതിനു മുമ്പ് എന്തായാലും സഞ്ജു ബാറ്റിങ്ങിന് ഇപ്പോൾ ഓക്കെയാണ്. വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്കകളുള്ളൂ. അതാണ് സഞ്ജുവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. അതേസമയം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടമാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട 3 പേസേഴ്സ് മയങ്ക്, മോഹ്സിന്, ആവേശ്, ഈ 3 പേരുടെയും ക്ലിയറൻസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. മയങ്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തിന് ബാക്ക് സ്ട്രെസ് ഉണ്ട്. ഒക്ടോബർ 2024 മുതൽ അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വാർത്ത നേരത്തെ ലഭ്യമായിരുന്നത് ഒരു പക്ഷേ IPLൻ്റെ പകുതി നഷ്ടമായേക്കും എന്നുള്ളതാണ്. ആവേശിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നീക്ക് പരിക്കാണ്. അപ്പം അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതാണ് പ്രശ്നം. പിന്നെ മോസിൻ്റെ കാര്യത്തിൽ ലെഫ്റ്റ് ആം ബേസ് ബോളർ ഡിസംബർ 31 ഒരു ഡൊമസ്റ്റിക് ഗെയിം കളിച്ചിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ. അന്ന് അദ്ദേഹം 5.5 ഓവറുകൾ മാത്രമാണ് എറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഈ 3 പേരുടെയും ക്ലിയറൻസിന് വേണ്ടി LSG വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഈ 3 പേസേഴ്സിന് വേണ്ടി അവർ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടീമിൻ്റെ അറ്റാക്കിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ 3 പേരും എന്നുള്ളതാണ്. അതൊരു ചെറിയ ആശങ്കയായിട്ട് അവിടെ നിൽക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.